എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം. ഇന്ന് എൻ്റെ ഒരു ചെറിയ സ്കിൻ കെയർ റൂട്ടീനാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ആദ്യമേ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. സോ ഫേസ് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്നാൽ പിന്നെ ഇന്നൊരു സ്കിൻ കെയർ റൂട്ടീൻ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്നാലും സ്കിൻ കെയർ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഫേവററ്റ് ഫേസ് വാഷ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഫേസ് വാഷ് ചെയ്യുന്നത്. അത് നമ്മുടെ അഹാഗ്ലോ എസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ റീസെൻ്റ് ആയിട്ട് വിറ്റമിൻ സി സിറം യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇതിപ്പോൾ 2 വീക്സ് ആയിട്ട് എബോ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് എന്താ വന്ന ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡാർക്ക് സർക്കിൾ അടക്കം കുറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാനത് കണ്ണിൻ്റെ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇത് ഒരു കിടിലം പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അതുപോലെ എൻ്റെ പിമ്പിൾസ് മാർക്സ് പോകാനായിട്ട് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. ഇപ്പം ഞാൻ പ്രഗ്നൻസി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ സ്കിന്നിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പം ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ മിനിമലിസ്റ്റിൻ്റെ വിറ്റമിൻ സി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ സത്യമായിട്ട് പറയുക, സ്കിന്നിന് നല്ല ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഒരു 2-3 വീക്സ് ആയിട്ട് ഞാൻ 2 വീക്സ് എബോ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. വലിയ റേറ്റും ഇല്ല. ഞാനൊരു 300 സംതിങ്ങിന് ആമസോണിൽ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഈ പെപ്റ്റൈഡ് സിറം ആക്ച്വലി ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതും അടിപൊളി സൂപ്പറാണ് കേട്ടോ. ഇത് ഏജിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലിപ് ബാം ഇടും. 2 ടൈപ്സ് ഓഫ് ലിപ് ബാമാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഒന്ന് പ്ലമ്മിൻ്റെ ലിപ് ബാമും അതിൻ്റെ മുന്നേ ഞാൻ നോർമൽ വാസ്ലിൻ്റെ ലിപ് ബാം യൂസ് ചെയ്യും കേട്ടോ. പ്ലമ്മിനേക്കാളും എത്രയോ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് വാസ്ലിൻ്റെ ലിപ് ബാമാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, എന്നാൽ യൂസ്ഫുള്ളുമാണ്. കുറേ നാൾ ഞാൻ ദേഗയാണ് യൂസ് ചെയ്തത്. ഇപ്പം ഞാനതൊന്ന് ജസ്റ്റ് മാറ്റി പിടിച്ചു. പ്ലം ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. സോ നമുക്ക് ഭയങ്കര പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ ലിപ്പിന് ഭയങ്കര യൂസ്ഫുൾ ഒന്നല്ല, പക്ഷെ ടിൻറ്റഡ് ആയിട്ട് ഭംഗിയായിട്ട് നിൽക്കും. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനേ ഇതിനെ കൊണ്ടുള്ളൊരു ഉപകാരമുള്ളൂ കേട്ടോ. അപ്പം അതും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യുവിഡോക്സിൻ്റെ സൺസ്ക്രീൻ 3 ഇയേഴ്സ് ആയിട്ട് ഞാൻ 3 മോർ ദാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ സെയിം സാധനം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആക്നെ പ്രോൺ സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാൽ പോലും ആക്നെ ഉള്ളവർക്കൊക്കെ ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. യാതൊരുവിധ സൈഡ് എഫക്റ്റും വരത്തില്ല. അതുപോലെ ഇതൊരു സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. സോ ഇതെൻ്റെ ഫേവറേറ്റ് വണ്ണാണ്. ഞാനിത് മാറ്റിയിട്ടേ ഇല്ല. എനിക്ക് അത്രയും പ്രൊട്ടക്ഷൻ തരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിത് മാറ്റാത്തത്. അതുപോലെ തന്നെ വേറെ കുറേ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിൾ വരുന്നുണ്ടായി. പിന്നെ അതേപോലെ തന്നെ എനിക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും തോന്നിയിട്ടില്ല. ഇതിടുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ അധികം വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് ടാൻ അടിച്ചതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ഇത് യൂസ് ചെയ്യുമ്പോൾ. സോ എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നിന് ഇത് വളരെയധികം യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ സൺസ്ക്രീനിൻ്റെ ഗുണങ്ങൾ ഞാൻ വെറുതെ പറഞ്ഞ് വലിപ്പിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. ഡെയിലി റൂട്ടീനിൽ നമുക്ക് മസ്റ്റായിട്ട് ഫേസിൽ കെയർ ചെയ്യാൻ വേണ്ട ഒരു സാധനമാണല്ലോ സൺസ്ക്രീൻ. സോ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. 600 സംതിങ്ങിനാണ് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. ഇതെൻ്റെ റെഗുലർ റൂട്ടീനിൽ ഇത് ഒന്നും ഇല്ലെങ്കിൽ ഇതെന്തായാലും ഉണ്ടാവും. സോ എൻ്റെ സ്കിൻ കെയർ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. എനിക്കറിയുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.